എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയും ഞാൻ നിനക്കായി മാറ്റിവെച്ചു. പക്ഷേ പകരം നീ എനിക്ക് എന്ത് തന്നു? നമ്മൾ ഈ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണിത്, അല്ലേ? ഞാൻ നിനക്ക് ഇത് ചെയ്തു, അതുകൊണ്ട് നീ എനിക്ക് അത് തിരികെ തരണം എന്ന കണക്കെടുപ്പ്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ സ്നേഹമാണെന്ന് കരുതി കൊണ്ടു നടക്കുന്ന പല ബന്ധങ്ങളും യഥാർത്ഥത്തിൽ സ്നേഹമാണോ അതോ ഒരു ബിസിനസ് കരാറാണോ എന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്നേഹവും ബിസിനസ്സും തമ്മിലുള്ള ആരും പറയാത്ത ആ വലിയ വ്യത്യാസത്തെക്കുറിച്ചാണ്. ബിസിനസ് എന്നാൽ എന്താണ്? എനിക്ക് ഒരു നേട്ടം ലഭിക്കാൻ ഞാൻ നിനക്ക് ഒരു തുക നൽകുന്നു. എനിക്ക് ലാഭം ലഭിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു ബിസിനസ്സിലും നമ്മൾ പണം മുടക്കാറില്ല. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ പല ബന്ധങ്ങളും ഈ ഒരു ബിസിനസ് മനോഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ നിന്നെ ശ്രദ്ധിക്കാം, പകരം നീ എന്നെ സ്നേഹിക്കണം. ഞാൻ നിനക്ക് സമയം തരാം, പകരം നീ എൻ്റെ വാക്കുകൾ കേൾക്കണം. ഇതൊരു കൈമാറ്റമാണ്, ഒരു പങ്കാളിത്തമാണ്, അല്ലെങ്കിൽ ഒരു കരാറാണ്. തൽക്ഷണമോ തുല്യമോ ആയ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നൽകുന്ന ഒന്നിലും യഥാർത്ഥ സ്നേഹത്തിൻ്റെ സാന്നിധ്യമില്ല. അത് കേവലം ഒരു കൊടുക്കൽ വാങ്ങൽ മാത്രമാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടുപേർ ഒരു തോട്ടത്തിൽ വ്യത്യസ്തങ്ങളായ റോസാച്ചെടികൾ നട്ടു വളർത്തുകയാണ്. ആദ്യത്തെ ആൾ ദിവസവും ആ ചെടിക്ക് വെള്ളമൊഴിക്കുന്നതും പരിപാലിക്കുന്നതും ഒരു ചിന്തയോടെയാണ്. നാളെ ഇതിൽ മനോഹരമായ പൂക്കൾ വിരിയുമ്പോൾ എനിക്കത് പറിച്ചെടുത്ത് എൻ്റെ മുറിയിൽ വയ്ക്കണം. ആ ചെടിയിൽ പൂക്കൾ വിരിയാൻ വൈകുമ്പോൾ അയാൾക്ക് ദേഷ്യവും നിരാശയും ഉണ്ടാകുന്നു. എന്നാൽ രണ്ടാമത്തെ ആൾ ആ ചെടിയെ പരിപാലിക്കുന്നത് ഇതൊന്നും ഓർത്തല്ല. ആ ചെടി വളരുന്നത് കാണാനാണ് അയാളുടെ സന്തോഷം. അതിൽ പൂക്കൾ വിരിഞ്ഞാലും ഇല്ലെങ്കിലും ആ ചെടിയോടുള്ള അയാളുടെ ശ്രദ്ധയും സ്നേഹവും മാറുന്നില്ല. ആദ്യത്തെ ആളുടേത് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ കച്ചവട മനോഭാവമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആളുടേത് നിബന്ധനകളില്ലാത്ത യഥാർത്ഥ സ്നേഹമാണ്. നമ്മളിൽ പലരും ആദ്യത്തെ ആളെ പോലെയാണ് സ്വന്തം ബന്ധങ്ങളെ സമീപിക്കുന്നത്, അല്ലേ? യഥാർത്ഥ സ്നേഹം പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും നിസ്വാർത്ഥമായ ഒരു സ്ഥാനത്ത് നിന്നാണ്. അവിടെ കണക്ക് പുസ്തകങ്ങളോ നിബന്ധനകളോ ഇല്ല. എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ നൽകുന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം നീ സന്തോഷത്തോടെയും അഭിവൃദ്ധിയോടെയും ഇരിക്കുന്നതാണ്. ഇതാണ് സ്നേഹത്തിൻ്റെ ഭാഷ. അവിടെ ആരാണ് കൂടുതൽ ചെയ്തത്, ആരാണ് കുറവ് ചെയ്തത് എന്ന തർക്കങ്ങളില്ല. സ്നേഹമെന്നത് നിങ്ങൾ മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യത്തോടെ നൽകുന്ന ഒരു സമ്മാനമാണ്. അത് തിരികെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷകൾ വയ്ക്കുമ്പോഴാണ് വേദനകൾ ജനിക്കുന്നത്. ഞാൻ നൽകിയ അത്രയും സ്നേഹം എനിക്ക് തിരികെ കിട്ടുന്നില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ നമ്മൾ നിരാശരാകും. കാരണം നമ്മുടെ സ്നേഹം ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായിരുന്നു. ഒരു പൂവ് അതിൻ്റെ മണം ചുറ്റുമുള്ളവർക്ക് നൽകുന്നതിന് പകരം എന്തെങ്കിലും പ്രതീക്ഷിച്ചാണോ? അല്ല, അത് അതിൻ്റെ പ്രകൃതമാണ്. അതുപോലെ സ്നേഹിക്കുക എന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രകൃതമായി മാറുമ്പോൾ എതിരെയുള്ള വ്യക്തിയിൽ നിന്നും ഒന്നും തിരികെ ലഭിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടില്ല. ഒന്നും ആവശ്യപ്പെടാതെ പൂർണ്ണമായ അനന്തമായ സ്നേഹം കണ്ടെത്താൻ പ്രയാസമാണെങ്കിൽ പോലും ആ ലക്ഷ്യത്തിനായി പരിശ്രമിക്കുന്നത്, സ്വയം ഒട്ടും ചിന്തിക്കാതെ ഒരാളെ പൂർണ്ണമായും സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യരായിരിക്കുന്നതിൻ്റെ ശാശ്വതമായ ഭാഗമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ശാന്തമായിരിക്കും. ഒരു വലിയ ശ്വാസം എടുക്കുക. നിങ്ങളുടെ ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ പേറുന്ന പ്രതീക്ഷകളെയും കണക്കെടുപ്പുകളെയും സാവധാനം പുറത്തേക്ക് വിടും. നിങ്ങളുടെ ഉള്ളിലെ നിസ്വാർത്ഥമായ ആ സ്നേഹത്തെ മാത്രം തൊട്ടറിയും. സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകുക, സ്നേഹത്തോടെ പോസിറ്റീവായി മുന്നോട്ട് പോകുക. ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ
പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക.